തമിഴ്നാട് കരൂരിൽ തമിഴക വെട്രിക്കഴകം നേതാവ് വിജയിന്റെ പ്രചരണ യോഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എത്തി. കരൂർ മെഡിക്കൽ കോളേജിൽ ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എത്തിയത്. ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം അദ്ദേഹം കുടുംബാംഗങ്ങളോടും ജനപ്രതിനിധികളോടും സ്ഥിതിവിവരങ്ങൾ അന്വേഷിച്ചു. കലൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയാണ് സ്റ്റാലിൻ മൃതദേഹങ്ങൾക്ക് ആദരമർപ്പിച്ചത്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ അദ്ദേഹം സന്ദർശിച്ചു. ചികിത്സയിലുള്ളവരുടെ സ്ഥിതിവിവരങ്ങൾ ആശുപത്രി വൃത്തങ്ങളുമായി അന്വേഷിച്ചറിഞ്ഞു. 1000-ഓളം പേർക്ക് പരിക്കുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴക വെട്രി കഴകം പ്രസിഡന്റ് വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചരണത്തിന്റെ ഭാഗമായി കരൂരിൽ സംഘടിപ്പിച്ച റാലിയിലാണ് ഈ ദാരുണമായ സംഭവം. നിയന്ത്രണാതീതമായ ആൾക്കൂട്ടമാണ് അപകടത്തിലേക്ക് നയിച്ചത്. ഏകദേശം 30,000-ലേറെ പേർ സ്ഥലത്ത് ഒത്തുകൂടിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. നാമക്കലിൽ നടന്ന റാലിക്ക് ശേഷമാണ് വിജയ് കരൂരിൽ എത്തിയത്. എന്നാൽ അദ്ദേഹം കരൂരിലെത്താൻ 6 മണിക്കൂറോളം വൈകി. ആ സമയം ആയപ്പോഴേക്കും ആൾക്കൂട്ടം നിയന്ത്രണാതീതമായിരുന്നു. റാലിക്കിടെ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തിക്കും തിരക്കും രൂക്ഷമാവുകയും കുട്ടികളും സ്ത്രീകളും പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ ബോധരഹിതരായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത് കണ്ട വിജയ് പ്രസംഗം നിർത്തിവെച്ച് ജനങ്ങളോട് ശാന്തരാകാൻ അഭ്യർത്ഥിച്ചു. രോഗികൾക്ക് സഹായം എത്തിക്കാൻ ആംബുലൻസുകൾക്ക് വഴി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ജനക്കൂട്ടത്തിലേക്ക് അദ്ദേഹം വെള്ളക്കുപ്പികളും എടുത്തുകൊടുത്തു. എന്തായാലും കരൂരിലെ ദൗർഭാഗ്യകരമായ സംഭവം അതീവ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ഒപ്പമാണ് തന്റെ മനസ്സെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷമകരമായ സാഹചര്യത്തെ നേരിടാൻ അവർക്ക് കരുത്തുണ്ടാകട്ടെയെന്നും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്ത സ്ഥലത്ത് ആവശ്യമായ എല്ലാ സഹായങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും ജനങ്ങൾ പോലീസിനും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവിധ സഹായങ്ങളും നൽകണമെന്നും സ്റ്റാലിൻ അഭ്യർത്ഥിച്ചു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി കരൂരിലെത്തി രോഗികളെ കാണുകയും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. തിക്കിലും തിരക്കിലും പെട്ട 9 കുട്ടികളും 17 സ്ത്രീകളും 13 പുരുഷന്മാരുമാണ് മരിച്ചത്. പരിക്കേറ്റ 111 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 10 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒട്ടേറെ പേരെ കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട്.